സോ നിങ്ങളെങ്ങനെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ചോറ് കഴിക്കാൻ പാടില്ല, ചപ്പാത്തി കഴിക്കാൻ പാടില്ല, ഈ എണ്ണ യൂസ് ചെയ്യാൻ പാടില്ല, പകരം ഈ എണ്ണ യൂസ് ചെയ്യും, മുട്ടയുടെ യോക്ക് കഴിക്കാൻ പാടില്ല. ഇല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ കേട്ട് അവസാനം നിങ്ങൾ എന്തായിരിക്കും പറയാ? പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കണേ. ഇതിപ്പോൾ എന്തപ്പോൾ ഇത്? ഒരു ലൈഫല്ലേ ഉള്ളൂ, ഞാൻ എനിക്കിഷ്ടമുള്ളത് കഴിക്കും എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. ആൻഡ് ആ ഒരു കൺഫ്യൂഷൻ മാറ്റി ഒരു ക്ലാരിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോസ് കൊണ്ടിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം. ബിക്കോസ് ഹെൽത്ത് അറ്റ് ദ ഫസ്റ്റ് പ്ലേസ്, എന്താണ് ഹെൽത്ത് എന്ന് മനസ്സിലാക്കാൻ, മോർ ദാൻ ദാറ്റ് എന്തിനാണ് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുന്നത്, വൈ വി ഷുഡ് ബി ഹെൽത്തി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലേക്കുള്ള ഒരു വേ ഭയങ്കര മീനിങ് ഫുൾ ആയിരിക്കും. അതിനൊരു പർപ്പസ് ഉണ്ട്. അത് ലൈഫിലെല്ലാം അങ്ങനെയല്ലേ? നമ്മളൊരു കാര്യം ചെയ്യുന്ന എന്തിനാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഓരോ കാര്യങ്ങൾ അതിനു വേണ്ടി ചെയ്യുന്നത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഉള്ളുന്നായിരിക്കും നമ്മൾ ചെയ്യുക. ആ ഒരു സംഭവം നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പണ്ടുള്ള ആൾക്കാരെ നമ്മൾ എപ്പോഴും പറയും, ഇല്ലെങ്കിൽ നമ്മൾ കോമൺലി നമ്മൾ പറയുന്നത് അവർ എന്ത് ചെയ്തിട്ടാണ് അവരിങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയും. ബിക്കോസ് അവർ തന്നെ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ അവർ കഴിക്കുന്നു, സൂര്യൻ അസ്തമിക്കുമ്പോൾ അവർ ഉറങ്ങാൻ പോകുന്നു, ഒരു അലാം ക്ലോക്ക് ഒന്നും ഇല്ലാതെ നാച്ചുറലി ബേർഡ്സിന്റെ ഒക്കെ സൗണ്ട് ആയിട്ട് അവർ എണ്ണിക്കുന്നു. അവരുടെ ബോഡി എപ്പോഴും ഭയങ്കര ആക്റ്റീവായിട്ടാണ് ഇരിക്കുന്നത്, അവരെപ്പോഴും ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുന്നു. ആൻഡ് വളരെ സ്ലോഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ്. ആൻഡ് മോർ ദാൻ ദാറ്റ് നല്ല മീനിങ് ഫുൾ കണക്ഷൻസ് അവർക്കുണ്ട്. അവർ നല്ല മനസ്സറിഞ്ഞ് ചിരിച്ച് ഭയങ്കര ഇമോഷണലി ആൾക്കാരൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വളരെ ആയിട്ടുള്ള ഒരു ലൈഫാണ്. പക്ഷെ നമ്മൾ അതിന്ന് മാറി നമ്മളൊരു കറണ്ട് ഒരു ലൈഫിലേക്ക് നമ്മൾ വരുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ബിസിയാണ് ലൈഫ്, ഭയങ്കര ഫാസ്റ്ററാണ്. നമുക്ക് ഒന്നിനും സമയമില്ല, നമുക്ക് ചിലപ്പോൾ ഉറങ്ങാൻ സമയം കിട്ടില്ല, നമ്മുടെ സ്ട്രെസ് ലെവൽ കൂടുതലാണ്, ചിലപ്പോൾ നമ്മൾ മീൽസ് സ്കിപ്പ് ചെയ്യുന്നു. എന്താ പറയുക, നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നത്. ആൻഡ് കൂടുതൽ സമയം നമ്മളിപ്പോൾ സ്ക്രീനാണ് അല്ലേ? നമ്മളെല്ലാവരും നമ്മൾ ഒന്ന് ടൈം കിട്ടുമ്പോൾ നമ്മൾ ഫോൺ എടുത്തിട്ട് നമ്മൾ സ്ക്രോളിങ് തുടങ്ങും, അല്ലെങ്കിൽ സീരീസ് കാണും. അങ്ങനെ പലതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ബോഡി ഇപ്പോഴും ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്ലോ ഡൗൺ മെക്കാനിസമാണ്. ഓക്കെ, നമ്മുടെ ബോഡിക്ക് അറിയില്ലല്ലോ, നമ്മുടെ ബോഡിക്ക് വേണ്ടുന്ന സംഭവങ്ങൾ കിട്ടിയാൽ മാത്രമേ നമ്മുടെ ബോഡിക്ക് ഒരു എനർജി ലെവൽ കിട്ടുള്ളൂ. ആൻഡ് നമ്മൾ എനർജറ്റിക് ആയാൽ മാത്രമേ നമുക്ക് ആ ഒരു ഓറ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരും ഹാപ്പി ആയിട്ട് ഇരിക്കുള്ളൂ എന്നുള്ള സംഭവം ഇറ്റ്സ് റിയലി റിയലി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് എവിടെയോ നമ്മൾ എന്താ പറയുക, നമ്മൾ ഞാൻ പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ഞാൻ എനിക്ക് വേണ്ടി ഇത് ചെയ്യാം, ഞാൻ ഉറങ്ങാം എന്നൊക്കെ പറഞ്ഞ ഇടയുന്ന കൂട്ടത്തിൽ ലൈഫ് എവിടെയൊക്കെയോ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയി അല്ലേ? ഞാൻ ഇതൊക്കെ പറയുന്നത് ഞാൻ പഠിച്ച കാര്യം, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം, എനിക്ക് ലൈഫിൽ പറ്റിയ തെറ്റുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇതിലേക്ക് ഇറങ്ങിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടും ഷെയർ ചെയ്യുന്നത്. ബിക്കോസ് നിങ്ങളും എല്ലാവരും നമുക്കൊക്കെ ഈ സൊസൈറ്റിയിൽ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റണം. ബിക്കോസ് ഹെൽത്ത് ഇസ് എ നമ്പർ 1 തിങ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് റീസെന്റ് വളരെ ഇതായിട്ട് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അപ്പൊ അതും നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ മിക്ക ആൾക്കാരും, ഇപ്പം ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഒരു സ്റ്റേജിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മളൊരു ഡയഗ്നോസിസിൽ എത്തുമ്പോഴാണ് നമ്മൾ ഹെൽത്തിനെ പറ്റി കൺസേൺ ആവുന്നത് അല്ലേ? ഒരു ബ്ലഡ് റിപ്പോർട്ട് നോക്കുമ്പോൾ എന്താ പറയാ, ഈ പറയുന്ന പോലെ ഷുഗർ, BP, കൊളസ്ട്രോൾ, യൂറിക് ആസിഡ്, അങ്ങനത്തെ PCOD, പലതരം ലൈഫ് ഡിസീസസ്, ചിലപ്പം എക്സ്ട്രീം ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന ഒരു മൊമെന്റിലായിരിക്കും നമ്മൾ ഞാൻ ഇനി എൻ്റെ ഹെൽത്ത് നോക്കാൻ പോകാൻ, ലൈക്ക് ഞാൻ നമ്മൾ എപ്പോഴും പറയണ പോലെ അടുത്ത മൺഡേ തൊട്ട് ഞാൻ എൻ്റെ ഹെൽത്ത് നോക്കാൻ പോവാണ്, ഇല്ലെങ്കിൽ ഫൈൻ, ഇപ്പോൾ ഒക്ടോബർ ആണ്, നവംബർ ഡിസംബർ 2 മാസം ഞാൻ അടിച്ചു പൊളിക്കാൻ പോകാൻ, ജാൻ തൊട്ട് ഞാൻ നന്നാവാം എന്നുള്ളൊരു സംഭവമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സംഭവം ഇറ്റ്സ് ലൈക്ക് ഒരു ഡെയിലി ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ കുറച്ച് നമ്മുടെ ഡെയിലി റുട്ടീനിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി കൊണ്ടുവരേണ്ട സംഭവമാണ്. അങ്ങനെ ആകുമ്പോൾ ഹെൽത്ത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. നമുക്ക് പേടിക്കാണ്ട്. നമ്മളെല്ലാവരും പറയുന്ന സംഭവമുണ്ട്, ലൈഫ് ഒന്നേ ഉള്ളൂ അല്ലേ? ഇതൊരു സെപ്പറേറ്റ് വീഡിയോ ആണ്, ബട്ട് ലെറ്റ് മീ ജസ്റ്റ് ടെൽ യു, ലൈഫ് ഒന്നേ ഉള്ളൂ. പക്ഷെ ആ ഒരു ലൈഫ് നമുക്ക് ക്വാളിറ്റി ആയിട്ട് ജീവിക്കണ്ടേ? നമ്മളല്ലാണ്ട് നമ്മൾ പെയിൻഫുൾ ആയി, നമ്മൾ പറയാൻ എന്താ പറയുക, നമുക്ക് പല ശാരീരിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കുറച്ചൊന്ന് പെയിൻ ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ലൈഫ്, ഹെൽത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. നമ്മളെ കൺട്രോൾ അല്ലാത്ത കാര്യങ്ങളുണ്ട്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് ജസ്റ്റ് ലിവ് ലൈക്ക് ദാറ്റ്. പക്ഷെ നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളെ ഡെഫിനറ്റ്ലി നമുക്ക് മാനേജ് ചെയ്യും, സോ ദാറ്റ് ഭാവിയിൽ നമുക്ക് ആ ഒരു റിഗ്രറ്റ് ഉണ്ടാവില്ല അല്ലെ? ആ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ശരിക്കും എന്താണ് ബീയിങ് ഹെൽത്തി, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് എന്ന് പറയുമ്പം എന്താണ് നിങ്ങളുടെ മൈൻഡിൽ വരുന്നത്? എൻ്റെ ഒരു കാഴ്ചപ്പാടിലുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് എണീക്കണം, നമ്മൾ എനർജറ്റിക് ആയിട്ട് എണീക്കണം, ബോഡിയിൽ പെയിൻ ഒന്നും ഇല്ലാതെ എണീക്കാൻ പറ്റുക. നമ്മൾ സ്റ്റെയർസ് കയറുമ്പോൾ, എനിക്ക് പണ്ട് സ്റ്റെയർസൊക്കെ കയറുമ്പം ശ്വാസം കിട്ടാത്ത പ്രശ്നം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നീ പെയിൻ ഉണ്ടായിരുന്നു, ആ ഒരു സംഭവം അതൊന്നും ഇല്ലാണ്ട് എണീക്കാൻ പറ്റുക. നമ്മൾ ആ ഒരു എനർജി, ദാറ്റ് സ്റ്റാമിന എന്നൊക്കെ പറയില്ലേ, അങ്ങനെയായി നിൽക്കുക. പിന്നെ നമ്മൾ ബ്ലഡ് റിപ്പോർട്ട്സ് എടുക്കുമ്പം ഏറ്റവും നന്നായി അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റുക എന്നുള്ളതൊക്കെയാണ് ഒരു ഹെൽത്ത്. അതല്ലാണ്ട് ഇപ്പം 6 പാക്സ് ഇല്ലെങ്കിൽ 0 സൈസ്, അതൊക്കെ ഓരോ ഇൻഡിവിജ്വലൈസ്ഡ് ഗോൾസ് ആണ് അല്ലേ? അത് നമുക്ക് അവിടെ മാറ്റി നിർത്താം. അല്ലാണ്ട് ഒരു ലൈഫ് സ്റ്റൈൽ, ഒരു അടിപൊളി, ഒരു ഹെൽത്തി ആണ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്ക് പീസ്ഫുൾ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ലേ?
ആ ഒരു സംഭവം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എന്ത് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യണം, ഇല്ലെങ്കിൽ എന്താണ് ചിന്തിക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു സംഭവമാണ് ഹെൽത്ത് എന്താണ്, ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ള കുറച്ചൊരു കാര്യങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും മീനിങ് ഫുൾ ആയി തോന്നും. ആൻഡ് ആ അർത്ഥം നിങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ആസ് എ ഡോക്ടർ ഐ എം ഹിയർ ടു ഡു. ആൻഡ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നിങ്ങളെ അങ്ങനെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ചോദിക്കാം. ഐ എം ഹിയർ ടു ക്ലാരിഫൈ എവറിത്തിങ്. സോ അടുത്ത ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഞാൻ എന്നോട് തന്നെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അതായിരുന്നു ഒരു ചേഞ്ചിങ് പോയിന്റും. മെല്ലനെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങി ഓരോന്ന് പഠിക്കുമ്പോൾ ഞാൻ കുറച്ച് സെൽഫ് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇപ്പോഴും ഡെയിലി ഞാനത് നോക്കാറുണ്ട്. നിങ്ങൾക്കും അത് ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം എന്നുള്ളത്. ദീസ് ആർ ദ ഫ്യൂ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ നന്നായിട്ട് ഉറങ്ങുന്നുണ്ടോ? ഓക്കെ, ആൻഡ് ആവശ്യത്തിന് നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ വെള്ളം നിങ്ങൾ കുടിക്കുന്നുണ്ടോ? നറിഷ്ഡ് ആയിട്ടുള്ള ബാലൻസ്ഡ് മീൽസ് നിങ്ങൾ കഴിക്കുന്നു. നിങ്ങളുടെ ബോഡിക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾസിന് വേണ്ടുന്ന രീതിയിലുള്ള ഒരു ബാലൻസ്ഡ് മീൽ നിങ്ങൾ കഴിക്കുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ബോഡി മൂവ് ചെയ്യുന്നുണ്ടോ? ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങളുടെ ബോഡി മൂവ്മെന്റിന് വേണ്ടി നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ആർ യു ഗെറ്റിംഗ് ഇനഫ് സൺലൈറ്റ് എക്സ്പോഷർ, വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾ ഡെയിലി സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഒന്ന് റിഫ്ലക്ട് ചെയ്യാൻ. ഞാൻ എൻ്റെ ബോഡിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, ഞാൻ എൻ്റെ മനസ്സിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ലൈക്ക് ഞാൻ ഹാപ്പി ആണോ ലൈഫിൽ ശരിക്കും, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, എന്ത് ഇമ്പ്രൂവ് ചെയ്യണം, എവിടെ ഇമ്പ്രൂവ് ചെയ്യണം, ഹെൽത്തിനെ ഞാൻ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം, എനിക്ക് ഞാൻ ടൈം കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുന്നുണ്ടോ? അതുപോലെ തന്നെ ഫാമിലി ടൈം, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്മൾ സ്ട്രെസ് നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ടോ? മനുഷ്യന്മാരാണ്, നമുക്കൊക്കെ സ്ട്രെസ് വരും. ചെറിയ ചെറിയ കാര്യങ്ങൾ മതി നമുക്ക് സ്ട്രെസ് വരാനല്ലേ. പക്ഷെ ആ ഒരു മൊമെന്റിൽ ഒന്ന് അവെയർ ആയിട്ട് ഓക്കെ ഇത് ഞാൻ എങ്ങനെ മാനേജ് ചെയ്യണം, ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു സംഭവം. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എൻ്റെ ലൈഫ് മാറ്റിയിട്ടുണ്ട്. ഐ എം ടെലിങ് യു വെരി സീരിയസ്ലി. ഈ ക്വസ്റ്റ്യൻസ് ഒരു സമയത്ത് എനിക്ക് ഇതിൻ്റെ അകത്ത് എനിക്ക് ഈ പറയുന്ന സംഭവങ്ങളൊന്നും എനിക്ക് ടിക്കിടാൻ പറ്റാത്ത തന്നെ സ്റ്റേജ് എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. മെല്ലനെ നമ്മൾ ചെറിയ ചെറിയ കറക്ഷൻസ് ലൈഫിൽ കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഇതെല്ലാം കറക്റ്റ് ആവും. ഇത് കറക്റ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ പാതി പ്രശ്നം, നമ്മുടെ ഓൾമോസ്റ്റ് 90% പ്രോബ്ലംസും നമ്മുടെ തീരും. ആൻഡ് ഇതിലൊന്നും ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ്സ് എ പോയിന്റ് ഓഫ് കൺസേൺ. നമുക്കത് ഫിഗർ ഔട്ട് ചെയ്യാം, എന്തെങ്കിലും ഉണ്ട്. കാരണം നമ്മുടെ ബ്ലഡ് റിപ്പോർട്ട്സിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ട്, എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് ഓർ എനിത്തിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്കത് സോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. പക്ഷെ ആ അവെയർനെസ്, ആ ഒരു ഒന്ന് ഇരുത്തി റിഫ്ലക്ട് ചെയ്യുക എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചെക്ക് ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ. നിങ്ങൾ നോക്കുക നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ബിക്കോസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാണ് നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ മൂഡ് എല്ലാം അടിപൊളിയായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ് മൈ പവർ ഫാം. ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് ബാലൻസ്. പവർ ഓഫ് സെൽഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നതും അതാണ്. എല്ലാ ഏരിയാസിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ബാലൻസ് ആയി നിൽക്കുക. നിങ്ങളുടെ ഇന്നർ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിപ്പിച്ച് തരിക. നമുക്ക് എല്ലാവർക്കും ഒരു പവർ ഉണ്ട്, ഇത് അൾട്ടിമേറ്റ് പവർ ഉണ്ട്. അത് മനസ്സിലാക്കുക, അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ. ബീങ് ഹെൽത്തി ഈസ് എ നമ്പർ 1 തിങ് അല്ലേ. ഹെൽത്ത് ഉണ്ടെങ്കിൽ ഹെൽത്ത് ഇസ് വെൽത്ത് എന്ന് പറയുന്ന പോലെ ഹെൽത്ത് എല്ലാം വേണം. അപ്പൊ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാന്നുള്ളതാണ്. ആൻഡ് വരുന്ന സീരീസിലും ഇതുപോലെ അവയർനെസ് തരിക. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, മാക്രോ ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ്, അതായത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്. നമ്മൾ കേട്ട് വരുന്ന കുറെ കൺഫ്യൂഷൻസ് ഇല്ലേ, കൊളസ്ട്രോൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ യൂറിക് ആസിഡ്, ഇല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തരാന്നുള്ളൊരു വിഷനാണ് എനിക്കുള്ളത്. ആൻഡ് ഈ വീഡിയോ കാണുന്ന 1-2 പേർക്കെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ, ആസ് എ ഡോക്ടർ, ആസ് എ ന്യൂട്രീഷനിസ്റ്റ്, ആസ് എ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ച്, ഐ തിങ്ക് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ആൻഡ് ഐ എം ഓൾവേസ് ഹിയർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ. സോ സ്റ്റേ ട്യൂൺ. ടിൽ ദെൻ, ഇറ്റ്സ് പവർ ഓഫ് സെൽഫ് ആൻഡ് ഡോക്ടർ സന സൈനുദ്ദീൻ സൈനിങ് ഔട്ട്.